ഹലോ, വെൽക്കം ടു ദ വീഡിയോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡാറ്റ അബ്സ്ട്രാക്ഷനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഡാറ്റ ഇൻഡിപെൻഡൻസ് നെക്സ്റ്റ് ടോപ്പിക്കാണ്. അപ്പോൾ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ 3 ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷൻ പഠിച്ചല്ലോ. ഫിസിക്കൽ ലെവല്, ലോജിക്കൽ ലെവല്, വ്യൂ ലെവല്, ഇങ്ങനെ 3 ലെവൽസ് ഉണ്ട്. അപ്പോൾ ഈ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഒരു ലെവലിലുള്ള ഡാറ്റേനെ അല്ലെങ്കിൽ അതിൻ്റെ സ്കീമ ഡെഫിനിഷനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ മറ്റൊരു ലെവലിലെ ഡാറ്റയുടെ സ്കീമ ഡെഫിനിഷൻ ചേഞ്ച് ചെയ്യാം. അതായത് 3 ലെവൽസിലും 3 രീതിയിലാണ് ഡാറ്റനെ ട്രീറ്റ് ചെയ്യണത്. അപ്പോൾ ഒരു ലെവലിൽ നമ്മൾ ചേഞ്ചസ് വരുത്താണ് മറ്റൊരു ലെവൽസിനെയും എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ. അതിനെയാണ് ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയാം. അപ്പോൾ നമുക്കതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ദ എബിലിറ്റി ടു മോഡിഫൈ ദ സ്കീമ ഡെഫിനിഷൻ ഇൻ വൺ ലെവൽ വിത്തൗട്ട് അഫക്റ്റിംഗ് ദ സ്കീമ ഡെഫിനിഷൻ അറ്റ് ദ നെക്സ്റ്റ് ഹയർ ലെവൽ ഈസ് കോൾഡ് ഡാറ്റ ഇൻഡിപെൻഡൻസ്. അതായത് ഒരു ലെവലിലുള്ള സ്കീമ ഡെഫിനിഷനെ നമ്മൾ മോഡിഫൈ ചെയ്യാണ്. എങ്ങനെ? അതിൻ്റെ തൊട്ട് ഹയർ ലെവലിൽ നിൽക്കുന്ന സ്കീമ ഡെഫിനിഷനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ. ആ ഒരു എബിലിറ്റീനെ പറയുന്ന പേരാണ് ഡാറ്റ ഇൻഡിപെൻഡൻസ്. നമുക്കിവിടെ 2 ലെവൽസ് ഓഫ് ഡാറ്റ ഇൻഡിപെൻഡൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 2 ലെവൽസ് ഓഫ് ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഒന്ന് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസും 2 ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസും ആണുള്ളത്. അപ്പോൾ നമുക്ക് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്താണെന്ന് നോക്കാം. Physical data independence refers to the ability to modify the schema followed at the physical level without affecting the schema followed at the conceptual level. അതായത് ഏറ്റവും ലോവസ്റ്റ് ലെവലാണ് ഫിസിക്കൽ ലെവൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഫിസിക്കൽ ലെവലിലുള്ള ഡാറ്റേനെ അല്ലെങ്കിൽ അതിൻ്റെ സ്കീമേനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മോഡിഫൈ ചെയ്യുന്നു. അതിൻ്റെ തൊട്ട് മുകളിലുള്ള കോൺസെപ്ച്വൽ ലെവലിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ. അതാണ് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഇനി നെക്സ്റ്റ് ആണ് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്തായിരിക്കും? ലോജിക്കൽ ലെവലിൽ, അതായത് കോൺസെപ്ച്വൽ ലെവലിലുള്ള ഡാറ്റയുടെ സ്കീമ ഡെഫിനിഷൻ മോഡിഫൈ ചെയ്യുന്നു. അതിന് തൊട്ട് മുകളിൽ നിൽക്കുന്ന വ്യൂ ലെവലിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് റെഫേഴ്സ് ടു ദ എബിലിറ്റി ടു മോഡിഫൈ എ കോൺസെപ്ച്വൽ സ്കീമ വിത്തൗട്ട് കോസിങ് എനി ചേഞ്ചസ് ഇൻ ദി സ്കീമ ഫോളോഡ് അറ്റ് ദി വ്യൂ ലെവൽ. അല്ലേ? വ്യൂ ലെവലിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ ലോജിക്കൽ ലെവലിനെ. എന്താണ് ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്നാണ് നമ്മൾ പറഞ്ഞത്? ഒരു ലെവലിനെ നമ്മൾ മോഡിഫൈ ചെയ്യുന്നു, അതിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന ഹയർ ലെവലിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ. അപ്പോൾ ഫിസിക്കൽ ലെവലിനെ മോഡിഫൈ ചെയ്യാന്ന് വെച്ചാൽ ഫിസിക്കൽ ലെവലിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്നത് ലോജിക്കൽ ലെവലാണ്, അതായത് കോൺസെപ്ച്വൽ ലെവലാണ്. അതിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ ഫിസിക്കൽ ലെവലിനെ ചേഞ്ചസ് വരുത്തുന്നതിനെയാണ് നമ്മൾ ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയാം. അതുപോലെ ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ലോജിക്കൽ ലെവലിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന ലെവലാണ് വ്യൂ ലെവൽ. അപ്പോൾ ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ലോജിക്കൽ ലെവലിലുള്ള ഡാറ്റയെ മോഡിഫൈ ചെയ്യുന്നു. എങ്ങനെ? വ്യൂ ലെവലിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ. അപ്പോൾ ഇതിനെയാണ് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്, ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്നൊക്കെ നമ്മൾ പറയാം. ആ ഒരു ഐഡിയ മനസ്സിലാക്കിയാൽ നമുക്കത് എഴുതാനൊക്കെ ആയിട്ട് എളുപ്പമാണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് യൂസേഴ്സ് ഓഫ് ഡാറ്റാബേസ്. നമ്മൾ ജസ്റ്റ് മുൻപ് പറഞ്ഞു പോയിട്ടുണ്ട്. കമ്പോണൻസ് ഓഫ് DBMS പറഞ്ഞപ്പോൾ അവിടെ ഒരു കമ്പോണൻ്റായിട്ട് നമുക്ക് യൂസേഴ്സ് ഉണ്ടായിരുന്നു. ആ യൂസേഴ്സ് എന്താണെന്നും ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ ജസ്റ്റ് അവിടെ പേരുകൾ മാത്രം പഠിച്ചു പോകുന്നു. ഇവിടെ നമ്മൾ ആ പേരുകളുടെ അർത്ഥം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ യൂസേഴ്സ് ഓഫ് ഡാറ്റാബേസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ DBMS ആയിട്ട് ഡയറക്റ്റോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റോ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന യൂസേഴ്സിനെയാണ് DBMSൻ്റെ യൂസേഴ്സ് അല്ലെങ്കിൽ ഡാറ്റാബേസിൻ്റെ യൂസേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ കാറ്റഗറീസ് ഉണ്ട്? ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, DBA ഒരു കാറ്റഗറിയാണ്. പിന്നെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് ഉണ്ട്, സൊഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് ഉണ്ട്, നെയ്വ് യൂസേഴ്സ് ഉണ്ട്. ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് യൂസേഴ്സാണ് ഡാറ്റാബേസിനുള്ളത്. ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ ആണ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, DBA എന്ന് പറയുന്നത്. DBAയുടെ റോൾ എന്ന് പറയുന്നത് നമ്മളുടെ ഡാറ്റാബേസിനെ കൺട്രോൾ ചെയ്യുക, അതുപോലെ തന്നെ എല്ലാ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളെയാണ് നമ്മൾ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ദ പേഴ്സൺ ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കൺട്രോൾ ഓഫ് ദി സെൻട്രലൈസ്ഡ് ആൻഡ് ഷെയർഡ് ഡാറ്റാബേസ് ഇസ് ദ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. അല്ലേ? ഷെയർഡ് ഡാറ്റാബേസിൻ്റെ ആണെങ്കിലും സെൻട്രലൈസ്ഡ് ആണെങ്കിലും അതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു പേഴ്സണെയാണ് നമ്മൾ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, DBA എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസാണ് ഒരു DBAക്ക് ഉണ്ടാവുക എന്നുള്ളത് നോക്കാം. ഡിസൈൻ ഓഫ് ദ കോൺസെപ്ച്വൽ ആൻഡ് ഫിസിക്കൽ സ്കീമ. കോൺസെപ്ച്വൽ സ്കീമയും ഫിസിക്കൽ സ്കീമയും ഒക്കെ ഡിഫൈൻ ചെയ്യുക അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുക.
പിന്നെയുള്ളതാണ് സെക്യൂരിറ്റി ആൻഡ് ഓതറൈസേഷൻ. സെക്യൂരിറ്റി എൻഷുർ ചെയ്യുക, അതുപോലെ തന്നെ ഓതറൈസേഷനൊക്കെ നല്ല രീതിക്കാണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ആണ് റെസ്പോൺസിബിലിറ്റി. പിന്നെയാണ് ഡാറ്റ അവൈലബിലിറ്റി ആൻഡ് റിക്കവറി ഫ്രം ഫെയിലിയേഴ്സ്. അതായത് നമ്മുടെ ഡാറ്റ റീസ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും ക്രാഷസ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിക്കവർ ചെയ്യാനൊക്കെയുള്ള ഫെസിലിറ്റീസ് നോക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് യൂസറാണ് അപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്. പേര് പോലെ തന്നെ അപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് യൂസ് ചെയ്തുകൊണ്ട്, അതായത് C++, ജാവ എന്നൊക്കെ പറയുന്ന ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഡാറ്റാബേസ് ആയിട്ട് അല്ലെങ്കിൽ DBMS ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന യൂസേഴ്സിനെയാണ് അപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് എന്ന് പറയുന്നത്. Application programmers are computer professionals who interact with the DBMS through application programs. അല്ലേ, ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് യൂസ് ചെയ്ത് ഡാറ്റാബേസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നവരെയാണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് എന്ന് പറയുന്നത്. അവർ ശരിക്കും കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ് ആണ്. അതുപോലെ application programs are programs written in any host language and interact with the DBMS through data manipulation language. DML ഒക്കെ എന്താണെന്നുള്ളത് നമ്മൾ പോകെ പഠിക്കുന്നുണ്ട്, എന്താണ് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് എന്നൊക്കെ. അപ്പോൾ ഈ DML യൂസ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ C++, ജാവ എന്ന് പറയുന്ന ലാംഗ്വേജസ് യൂസ് ചെയ്തുകൊണ്ടൊക്കെ ഡാറ്റാബേസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് ചെയ്യുന്ന കാര്യം. നെക്സ്റ്റ് ആണ് സൊഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ്. സൊഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സിൽ ഈ എൻജിനീയേഴ്സും സയൻറ്റിസ്റ്റും ബിസിനസ് അനലിസ്റ്റും ഒക്കെയാണ് വരുന്നത്. അവർ ഈ ക്വറീസ് യൂസ് ചെയ്തിട്ടാണ് DBMS ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. ക്വറീസ് എന്താണെന്നുള്ളത് പറയുകയാണെങ്കിൽ നമുക്കത് പഠിക്കാനുണ്ട്, ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ പഠിക്കാനുണ്ട്. ക്വറീസ് എന്ന് പറയുന്നത് ഡാറ്റാബേസിൻ്റെ ഒരു ലാംഗ്വേജ് ആണ്. അത് യൂസ് ചെയ്തിട്ട് ഡാറ്റാബേസ് ആയിട്ട് അല്ലെങ്കിൽ DBMS ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നവരെയാണ് സൊഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് എന്ന് പറയുന്നത്. സൊഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് ഇൻക്ലൂഡ് engineers, scientists, business analysts and other who are thoroughly familiar with the facilities of the DBMS. They interact with the system through their own queries to meet their complex requirements. എന്താണോ അവർക്ക് DBMSൽ നിന്ന് വേണ്ടത് അല്ലെങ്കിൽ DBMSനോട് ഇൻട്രാക്ട് ചെയ്യേണ്ടത് അത് ക്വറീസ് യൂസ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള യൂസേഴ്സിനെ സൊഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് നേവ് യൂസേഴ്സ്. നേവ് യൂസേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ DBMS ആയിട്ട് ഇൻഡയറക്റ്റ്ലി ഇൻട്രാക്ട് ചെയ്യുന്നവരെയാണ് നമ്മൾ നേവ് യൂസേഴ്സായിട്ട് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഷോപ്പിലോ എവിടെയെങ്കിലും ഇരിക്കുന്ന ബില്ലിംഗ് ക്ലർക്ക് അല്ലെങ്കിൽ ഓഫീസിലെ സ്റ്റാഫ്, ഹോട്ടലിൽ പോലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ, അതായത് ബില്ലിങ്ങിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ, അവരെന്താ ചെയ്യുന്നത്, ഡാറ്റാസൊക്കെ ഫീഡ് ചെയ്ത് വെച്ചുന്നുണ്ട് അല്ലേ, ഡാറ്റാസൊക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ട് ഒരു സ്ഥലത്ത് കമ്പ്യൂട്ടറിൽ. അപ്പോൾ അവർ ശരിക്കും DBMS യൂസ് ചെയ്യുന്നുണ്ട്. അവർ എൻ്റർ ചെയ്യുന്ന ഡാറ്റാസും അവർ ഫെച്ച് ചെയ്യുന്ന ഡാറ്റാസൊക്കെ ഈ DBMSലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ DBMS യൂസ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ എന്താണ് DBMS എന്നുള്ളതിൻ്റെ അറിവൊന്നും അവർക്കില്ല. പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ട്, DBMS എന്താണെന്ന് പോലും അറിയാതെ അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെയാണ് നമ്മളെ നേവ് യൂസേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്നത്. അവർക്ക് എന്താണ് DBMS എന്നോ അല്ലെങ്കിൽ DBMSൻ്റെ സ്പെസിഫിക്കേഷൻസോ ഒന്നും ഫങ്ഷണാലിറ്റീസോ ഒന്നും അവർക്കറിയില്ല. പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള യൂസേഴ്സിനെ നേവ് യൂസേഴ്സ് എന്ന് പറയുന്നത്. നേവ് യൂസേഴ്സ് ഇൻട്രാക്ട് വിത്ത് ദ സിസ്റ്റം ബൈ ഇൻവോക്കിംഗ് വൺ ഓഫ് ദ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ദാറ്റ് ആർ റിട്ടൺ പ്രീവിയസ്ലി. ഓൾറെഡി റിട്ടൺ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് യൂസ് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, എന്താണെന്ന് പോലും അറിയാതെ, DBMS എന്താണെന്ന് പോലും അറിയാതെ അവരെന്ത് ചെയ്യുന്നു, DBMSനെ യൂസ് ചെയ്യുന്നു. അത്തരത്തിലുള്ള യൂസേഴ്സിനെ നേവ് യൂസേഴ്സ് എന്ന് പറയുന്നു. ദേ ആർ നോട്ട് കൺസേൺഡ് വിത്ത് ഓർ ഈവൺ അവെയർ ഓഫ് ദ ഡീറ്റെയിൽസ് ഓഫ് ദി DBMS. അവർക്ക് എന്താണ് DBMS എന്നോ DBMSൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്നോ അതിനെപ്പറ്റി ഒരു അവയർനെസ്സും ഇല്ല. അതുപോലെ നേവ് യൂസേഴ്സ് ഡീൽസ് ഓൺലി വിത്ത് ദ ഹയർ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ. പീപ്പിൾ ആക്സസിങ് ഡാറ്റ ഓവർ ദ വെബ്, clerical staff in the office, billing clerk in the supermarket or hotel, bank clerk, etc. are the examples of some nave users. അപ്പോൾ എക്സാമ്പിൾസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നേവ് യൂസേഴ്സിൽ വരുന്നത് ബാങ്ക് ക്ലർക്ക്, ബില്ലിംഗ് ക്ലർക്ക്, അതുപോലെ ഓഫീസ് സ്റ്റാഫ്, ഇവരൊക്കെയാണ് നേവ് യൂസേഴ്സിൻ്റെ കാറ്റഗറീസിൽ വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ യൂസേഴ്സ് ഓഫ് ദി ഡാറ്റാബേസ്. നെക്സ്റ്റ് ആണ് റിലേഷണൽ ഡാറ്റ മോഡൽ. റിലേഷണൽ ഡാറ്റ മോഡൽ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഡാറ്റാബേസിലെ ഡാറ്റാസൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതിൽ ഡാറ്റാസിനെ ടേബിൾ ഫോമിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതിനെയാണ് റിലേഷണൽ ഡാറ്റ മോഡൽ എന്ന് പറയുന്നത്. ദ റിലേഷണൽ ഡാറ്റ മോഡൽ റെപ്രസെൻറ്റ്സ് ഡാറ്റാബേസ് ആസ് എ കളക്ഷൻ ഓഫ് ദി ടേബിൾസ് കോൾഡ് റിലേഷൻസ്, ഈച്ച് ഓഫ് വിച്ച് ഈസ് അസൈൻഡ് എ യൂണിക് നെയിം. ഓരോ ടേബിൾസായിട്ട്
അതിലുള്ള ഡാറ്റേനെ മെയിൻറ്റെയിൻ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത് റിലേഷണൽ ഡാറ്റ മോഡൽ എന്ന് പറയുന്നത്. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഓരോ ടേബിൾസിനും ഓരോ യൂണീക്ക് നെയിമായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ഡാറ്റാ ബേസിനും ഓരോ യൂണീക്ക് നെയിമായിരിക്കും നമ്മൾ കൊടുക്കുക. ഇനി നമ്മൾ ടേബിൾസായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒരു ടേബിൾ വരുമ്പോൾ ആ ടേബിളിൽ എന്താ നമുക്ക് IDs ഉണ്ടാവും, നമ്പേഴ്സ് ഉണ്ടാവും, സീരിയൽ നമ്പേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ഒരു സ്കൂളാണെന്നുണ്ടെങ്കിൽ ആ സ്കൂളിലുള്ള കുട്ടികളുടെ ഡാറ്റ അതിന് വേണ്ടിയിട്ട് സീരിയൽ നമ്പേഴ്സ് ഉണ്ടാവും, റോൾ നമ്പർ ഉണ്ടാവും, നെയിം ഉണ്ടാവും, ബാച്ച് ഉണ്ടാവും, മാർക്ക് ഉണ്ടാവും, അതുപോലെ തന്നെ റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെയൊക്കെ ഓരോ കോളം വൈസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ കുട്ടികളുടെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ടേബിളിൽ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ആക്സസ് ചെയ്യാനും വ്യൂ ചെയ്യാനും അതിനെപ്പറ്റി നോക്കാനൊക്കെ നമുക്ക് എളുപ്പമാണ് അല്ലേ. അതാണ് ടേബിൾസായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോഴുള്ള ഗുണം. പിന്നെ അങ്ങനെ നമ്മളൊരു ടേബിളായിട്ട് നോക്കുമ്പോൾ അതിൽ നമുക്ക് കുറച്ച് ടെർമിനോളജീസ് നോക്കാനുണ്ട്. അപ്പോൾ എന്താണ് ടെർമിനോളജീസ് എന്നുള്ളത് നോക്കാം. RDBMSൻ്റെ ടെർമിനോളജീസ്, അതൊരു ടേബിൾ റിലേറ്റഡ് ആയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് അതൊക്കെ നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ടെർമിനോളജീസ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ടെർമിനോളജീസ് എന്ന് പറയുന്നത് എൻറ്റിറ്റി, റിലേഷൻ, ടപ്പിൾ, ആട്രിബ്യൂട്ട്, ഡിഗ്രി, കാർഡിനാലിറ്റി, ഡൊമൈൻ, സ്കീമ, ഇൻസ്റ്റൻസ്. ഇത്രയും ടെർമിനോളജീസാണ് നമുക്ക് RDBMSൻ്റെ പഠിക്കാനുള്ളത്. ഇത് essay ആയിട്ടും ചോദിക്കാറുണ്ട്, 2 marks ആയിട്ട് ഇടയിൽ നിന്നൊക്കെ ഓരോന്ന് എന്താണെന്ന് ചോദിക്കണം. എന്താണ് ഡിഗ്രി, എന്താണ് കാർഡിനാലിറ്റി, അല്ലെങ്കിൽ ഡിഗ്രിയും കാർഡിനാലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ടപ്പിളും ആട്രിബ്യൂട്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക. പിന്നെ 1 വേർഡിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും ഈ ടെർമിനോളജീസ് വരിക. അപ്പോൾ ഓരോന്നും എന്താണെന്ന് പഠിച്ചു വയ്ക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ടേബിൾ 8.1. ഒരു നമ്മൾ ആദ്യം തന്നെ പറയാനുള്ള കാര്യം, ഒരു ടേബിളിലാണ് നമ്മളൊരു ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് RDBMS അല്ലേ. അപ്പോൾ ആ ഒരു ടേബിളിനെ നമ്മളെപ്പോഴും ടേബിൾ എന്നല്ല നമ്മൾ പറയുക. DBMSലേക്ക് വരുമ്പോൾ നമ്മൾ ഓരോ ടേബിളിനും റിലേഷൻ എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ അതാണ് പറഞ്ഞത് ടേബിൾ 8.1 എ സാമ്പിൾ റിലേഷൻ, അതായത് ഒരു ടേബിൾ അതിനെ റിലേഷൻ എന്ന് നമ്മൾ പറയണം. അപ്പോൾ ഫസ്റ്റ് ടെർമിനോളജിയാണ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എൻറ്റിറ്റി എന്ന് പറയുന്നത് an entity is a person or a thing in the real world that is distinguishable from others. അതായത് ഇപ്പോൾ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്ന, തരംതിരിക്കാൻ പറ്റുന്ന ഏതൊരു പേഴ്സണോ ഏതൊരു വസ്തുവോ എന്താണ് നമുക്ക് എൻറ്റിറ്റി ആയിട്ട് പറയാം. ഇപ്പോൾ നമുക്കൊരു ഒരു ടേബിൾ എങ്ങനെ ആരൊക്കെ ക്രിയേറ്റ് ചെയ്യും, ഒരു സ്കൂളിൻ്റെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ സ്കൂൾ ഒരു എൻറ്റിറ്റിയാണ്. സ്റ്റുഡൻറ്റിൻ്റെ ക്രിയേറ്റ് ചെയ്യാം, സ്റ്റുഡൻറ്റ് ഒരു എൻറ്റിറ്റിയാണ്. അതുപോലെ എംപ്ലോയിയുടെ ക്രിയേറ്റ് ചെയ്യാം, എംപ്ലോയി ഒരു എൻറ്റിറ്റിയാണ്. അപ്പോൾ ഏതൊരു വസ്തുവിനും ഫീച്ചേഴ്സ് ഉണ്ടോ അതൊക്കെ നമുക്ക് എന്താണ് എൻറ്റിറ്റിയാണ്. അതൊരു പേഴ്സൺ ആവാം, അല്ലെങ്കിൽ ഒരു വസ്തു ആവാം, ഒരു ഓർഗനൈസേഷൻ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ ബാങ്കിൻ്റെ ഒരു റിലേഷനാണ്. അപ്പോൾ ബാങ്കും എന്താണ് ഒരു എൻറ്റിറ്റിയാണ്. അപ്പോൾ എൻറ്റിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പേഴ്സൺ ഓർ എ തിങ് ഇൻ ദ റിയൽ വേൾഡ് ദാറ്റ് ഈസ് ഡിസ്റ്റിങ്വിഷബിൾ ഫ്രം അതേഴ്സ്. എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈച്ച് സ്റ്റുഡൻറ്റ് ഈസ് എൻ എൻറ്റിറ്റി ആൻഡ് ഈച്ച് സ്കൂൾ ക്യാൻ കൺസിഡേർഡ് ആസ് അനദർ എൻറ്റിറ്റി അല്ലേ. ഓരോ വസ്തുവിനും അല്ലെങ്കിൽ ഓരോ പേഴ്സണും അതിൻ്റേതായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതൊരു നമുക്ക് ടേബിളായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ ആണെന്നുണ്ടെങ്കിൽ അതെന്തും എന്താണ് ഒരു എൻറ്റിറ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്കൊരു ടേബിൾ 8.1 എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് റിലേഷനാണ്. അപ്പോൾ അതൊരു സ്റ്റുഡൻറ്റ് എൻറ്റിറ്റിയാണ്. അപ്പോൾ ഒരു സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് ഉള്ള ഒരു ടേബിൾ ആണെങ്കിലോ അതൊരു സ്കൂൾ എൻറ്റിറ്റിയാണ്. ബാങ്കിൻ്റെ ഇൻഫോർമേഷൻസ് ഉള്ള ഒരു ടേബിൾ ആണെങ്കിലോ അതൊരു ബാങ്ക് എൻറ്റിറ്റിയാണ്. മനസ്സിലായോ? നെക്സ്റ്റാണ് റിലേഷൻ. അപ്പോൾ എൻറ്റിറ്റി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി നെക്സ്റ്റ് വരുന്നതാണ് റിലേഷൻ. റിലേഷൻ എന്താണെന്ന് നമ്മൾ ജസ്റ്റ് പറഞ്ഞു. ഒരു ടേബിളിനെ നമ്മൾ റിലേഷൻ എന്നാണ് പറയുക. അപ്പോൾ ഒരു ടേബിൾ എന്ന് പറയുന്നത് എന്താ, റോസും കോളംസും ഒക്കെ ആയിട്ട് ഡാറ്റാസ് ഉള്ള ഒരു ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ റിലേഷനും എന്താണ്, ഈ റോസും കോളംസും ഒക്കെ ഉള്ള ടേബിളിനെ തന്നെയാണ് നമ്മൾ റിലേഷൻ എന്ന് പറയുക. റിലേഷൻ ഈസ് എ കളക്ഷൻ ഓഫ് ഡാറ്റ എലമെൻറ്റ്സ് ഓർഗനൈസ്ഡ് ഇൻ ടേംസ് ഓഫ് റോസ് ആൻഡ് കോളംസ്. എ റിലേഷൻ ഈസ് ഓൾസോ കോൾഡ് ടേബിൾ അല്ലേ. ഒരു റിലേഷൻ എന്ന് പറയുന്നത് റോസും കോളംസ് ആയിട്ട് ഡാറ്റാസിനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇതിനെയാണ് നമ്മൾ റിലേഷൻ എന്ന് പറയുന്നത്. ഒരു റിലേഷനെ നമ്മൾ ടേബിൾ എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ താഴെ 8.1 എന്ന് പറയുന്ന ടേബിൾ ഒരു റിലേഷനാണ്. അതൊരു ടേബിളാണ്, ഓൾസോ അത് ഒരു റിലേഷനാണ്. ഇനി എന്താണ് ടപ്പിൾ? ടപ്പിൾ എന്താ? ഇപ്പോൾ ഒരു ടേബിൾ ഇവിടെ 8.1 ടേബിൾ എടുക്കുക, അല്ലെങ്കിൽ ആ റിലേഷൻ നോക്കുക. അതിൽ റോസ് ഉണ്ട്, കോളംസ് ഉണ്ട്, നമുക്കറിയാലോ. ഇവിടെ ഏതൊക്കെയാണ് റോസ് ആയിട്ട് പറയുന്നത്? 1.1 24 സച്ചിൻ സയൻസ് 480 EHS. അതുപോലെ നെക്സ്റ്റ് 1.102 14 രാഹുൽ കൊമേഴ്സ് 410 EHS.
അതൊരു റോ ആണ്. അതുപോലെ തന്നെ 1034 ഫാത്തിമ ഹ്യൂമാനിറ്റീസ് അതൊരു റോ ആണ്. 10412 മഹേഷ് കൊമേഴ്സ് 180 എന്ന് പറയുന്നത് ഒരു റോ ആണ്. അപ്പം നേരെ ഉള്ളത് എന്താണ്? ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്ന ആ ഒരു ഇതിനെയാണ്, നിരേനെയാണ് നമ്മൾ എന്താ പറയുക, റോസ് എന്ന് പറയുക. താഴേക്ക് ഉള്ളതിനെയാണ് നമ്മൾ കോളംസ് എന്ന് പറയുക. അപ്പോൾ റോനെയാണ് നമ്മൾ ടപ്പിൾ എന്ന് പറയുന്നത്. ഒരു റിലേഷനിൽ RDBMSൽ റോസിനെയൊക്കെ നമ്മൾ ടപ്പിൾ എന്നാണ് പറയുക. ദ റോസ് ഓഫ് എ റിലേഷൻ, റോസ് എന്ന് പറഞ്ഞാൽ റെക്കോർഡ്സ് എന്നും പറയും. ദ റോസ് ഓഫ് എ റിലേഷൻ ആർ ജനറലി റെഫേർഡ് ടു ആസ് ടപ്പിൾ. അതായത് ഒരു റിലേഷനിലെ റോസിനെ നമ്മൾ ടപ്പിൾസ് എന്ന് പറയുന്നു. അതുപോലെ ഒരു റിലേഷനിലെ നെക്സ്റ്റ് റോസ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് കോളംസ്. കോളംസ് എന്താ? മുകളിൽ നിന്ന് താഴേക്കുള്ള വരികളെയാണ് നമ്മളെന്ത് പറയുന്നത്, കോളംസ് എന്ന് പറയുന്നത്. അപ്പോൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് കോളംസിനെയാണ് ആട്രിബ്യൂട്ട് എന്ന് പറയാം. ദ കോളംസ് ഓഫ് എ റിലേഷൻ ആർ കോൾഡ് ആട്രിബ്യൂട്ട്സ്. ഇവിടെ കോളംസ് എന്താണ്? 8.1 എന്ന് പറയുന്ന ടേബിളിൽ അഡ്മിഷൻ നമ്പർ ഒരു കോളമാണ് താഴേക്ക്. അതുപോലെ റോൾ എന്ന് പറയുന്നത് ഒരു കോളമാണ്, നെയിം എന്ന് പറയുന്ന ഒരു കോളമാണ്, ബാച്ച് കോളാണ്, മാർക്സ് കോളാണ്, റിസൾട്ട് കോളാണ്. ഇതൊക്കെ താഴത്തേക്ക് വാല്യൂസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെ ആട്രിബ്യൂട്ട്സ് ആണ്. അപ്പോൾ ടപ്പിളും ആട്രിബ്യൂട്ട് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. എൻറ്റിറ്റി എന്ന് പറയുന്നത് എന്താ? ഒരു പേഴ്സണോ വസ്തുവോ ഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടുള്ള എന്തും എന്താണ്? എൻറ്റിറ്റിയാണ്. റിലേഷൻ എന്ന് പറയുന്നത് ടേബിൾസിന് തന്നെയാണ് റിലേഷൻ എന്ന് പറയുക. അതിൽ റോസും കോളംസ് ആയിട്ട് ഡാറ്റാസ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നു. അതുപോലെ ടപ്പിളും ആട്രിബ്യൂട്ടും നമ്മൾ പഠിച്ചു. ടപ്പിളും ആട്രിബ്യൂട്ട് എന്താ? ഒരു റിലേഷനിൽ അല്ലെങ്കിൽ ഒരു ടേബിളിൽ റോസിനെ നമ്മൾ ടപ്പിൾ എന്ന് പറയുന്നു, കോളംസിനെ നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് വരാവുന്നൊരു ചോദ്യമാണ് ടപ്പിളും ആട്രിബ്യൂട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അല്ലേ? അപ്പോൾ എന്താ? ടപ്പിൾസ് റോസ് ആണ്, ആട്രിബ്യൂട്ട്സ് കോളംസ് ആണ്. നെക്സ്റ്റ് ആണ് ഡിഗ്രി. ഡിഗ്രി എന്താ? ദ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ഇൻ എ റിലേഷൻ ഡിറ്റർമൈൻസ് ദ ഡിഗ്രി ഓഫ് എ റിലേഷൻ. അതായത് ഇപ്പോൾ നമ്മളുടെ ഈ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു റിലേഷൻ, അതായത് ടേബിൾ 8.1ൽ എത്ര ആട്രിബ്യൂട്ട്സ് ഉണ്ടോ ആ എണ്ണത്തിനെയാണ് ആ ഒരു ടേബിളിൻ്റെ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഡിഗ്രി എന്താണ്? നമ്മളുടെ ഈ സ്റ്റുഡൻറ്റ് റിലേഷൻ ആ ഒരു ടേബിളിൽ എത്ര ആട്രിബ്യൂട്ട്സ് ഉണ്ട്? ആട്രിബ്യൂട്ട്സ് എന്താണ്? കോളംസ് ആണ്. അപ്പോൾ എത്ര ആട്രിബ്യൂട്ട്സ് ഉണ്ട് ഇവിടെ? അഡ്മിഷൻ നമ്പർ 1, റോൾ നമ്പർ 2, നെയിം 3, ബാച്ച് 4, മാർക്സ് 5, റിസൾട്ട് 6. അപ്പോൾ 6 ആട്രിബ്യൂട്ടുകൾ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി, ഈ ഒരു സ്റ്റുഡൻറ്റ് റിലേഷൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. അവിടെ തന്നിട്ടുണ്ട് അല്ലേ? ദ റിലേഷൻ സ്റ്റുഡൻറ്റ് ഹാസ് 6 കോളംസ് ഓർ ആട്രിബ്യൂട്ട് ആൻഡ് ദെർഫോർ ദ ഡിഗ്രി ഓഫ് ദ സ്റ്റുഡൻറ്റ് റിലേഷൻ ഈസ് 6. അപ്പോൾ ഡിഗ്രി എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഒരു 1 വേർഡൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ് ഡിഗ്രി എന്താണെന്നുള്ളത്. നെക്സ്റ്റ് ആണ് കാർഡിനാലിറ്റി. കാർഡിനാലിറ്റി എന്താണ്? ഇപ്പോൾ കോളംസിൻ്റെ എണ്ണം, അതായത് ആട്രിബ്യൂട്ടിൻ്റെ എണ്ണമാണ് ഡിഗ്രി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അടുത്തത് കാർഡിനാലിറ്റി എന്താ? റോസിൻ്റെ എണ്ണം അല്ലെങ്കിൽ ടപ്പിൾസിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ കാർഡിനാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റുഡൻറ്റ് റിലേഷനിൽ എത്രയാണ് സ്റ്റുഡൻറ്റ് റിലേഷൻ്റെ കാർഡിനാലിറ്റി? എത്രയാണ്? എത്ര റോസ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. റോസ് എണ്ണുമ്പോൾ അഡ്മിഷൻ നമ്പർ, റോള്, നെയിം അത് എണ്ണരുത്, അത് നമ്മുടെ ആട്രിബ്യൂട്ട്സ് ആണ്. അപ്പോൾ എത്രയാണ്? 101, 102, 103, 104, 105, 106, 107, 108 ഇത്രയും റോസുകളുണ്ട് അല്ലേ? അപ്പോൾ 8 എണ്ണം ഉണ്ട് അല്ലേ? അപ്പോൾ 8 ഈ സ്റ്റുഡൻറ്റ് റിലേഷൻ്റെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതും 2 മാർക്സിന് ചിലപ്പോൾ ചോദിക്കാം. എന്താണ് ഡിഗ്രിയും കാർഡിനാലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്? ഡിഗ്രി എന്താണ്? നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ്. ഒരു റിലേഷൻ്റെ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ് ഡിഗ്രി. എത്ര കോളംസ് ഉണ്ടോ ആ എണ്ണമാണ് ഡിഗ്രി. ഇനി കാർഡിനാലിറ്റി എന്താണ്? നമ്പർ ഓഫ് റോസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ടപ്പിൾസിനെയാണ് കാർഡിനാലിറ്റി എന്ന് പറയുക. ഒരു റിലേഷനിൽ എത്ര റോസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ടപ്പിൾസ് ഉണ്ട് അതിൻ്റെ എണ്ണമാണ് കാർഡിനാലിറ്റി. നെക്സ്റ്റ് ആണ് ഡൊമൈൻ എന്ന് പറയുന്ന ടെർമിനോളജി. ഒരു കോളം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ കോളത്തിലുള്ള വാല്യൂസിനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയാം. എ ഡൊമൈൻ ഈസ് എ പൂൾ ഓഫ് വാല്യൂസ് ഫ്രം വിച്ച് ആക്ച്വൽ വാല്യൂസ് അപ്പിയറിങ് ഇൻ എ ഗിവൺ കോളം ആർ ഡ്രോൺ. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ടേബിൾ 8.1ൽ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന റിലേഷനിൽ നമ്മൾ മാർക്ക് അല്ലെങ്കിൽ ബാച്ച് എന്ന് പറയുന്ന കോളത്തിൻ്റെ ഡൊമൈൻ എടുക്കുകയാണ്. ഡൊമൈൻ ഓഫ് ദ കോളം ബാച്ച്. അത് ഏതൊക്കെയാണ് വരിക? സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് 3 വാല്യൂസാണ് ഈ ഒരു ടേബിളിൻ്റെ ബാച്ച് എന്ന് പറയുന്ന കോളത്തിൻ്റെ ഡൊമൈനായിട്ട് വരുന്നത്. ആ ഒരു കോളത്തിലുള്ള എല്ലാ വാല്യൂസ് അല്ല, ഏതൊക്കെ വാല്യൂസാണ് ഉള്ളത് അതിനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് സ്കീമ. സ്കീമ എന്ന് പറയുന്നത് നമ്മളുടെ ടേബിൾ, ആ ഒരു റിലേഷൻ്റെ സ്ട്രക്ചർ, അതിനെയാണ് നമ്മൾ സ്കീമ എന്ന് പറയുന്നത്. ഡിസ്ക്രിപ്ഷൻ ഓർ സ്ട്രക്ചർ ഓഫ് എ ഡാറ്റാബേസ് ഈസ് കോൾഡ്
ദ ഡാറ്റാബേസ് സ്കീമ വിച്ച് ഈസ് സ്പെസിഫൈഡ് ഡ്യൂറിങ് ഡാറ്റാബേസ് ഡിസൈൻ. അതായത് ഇപ്പോൾ നമ്മളുടെ ഈ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ടേബിളിൻ്റെ സ്ട്രക്ചർ എന്താണ്, സ്റ്റുഡൻ്റാണ് പേര് ഇവിടെ തന്നിട്ടുണ്ട്, സ്റ്റുഡൻ്റാണ് പേര്, അതിൻ്റെ അഡ്മിഷൻ നമ്പർ ഇൻറ്റീജർ ടൈപ്പാണ്, റോൾ നമ്പർ ഇൻറ്റീജർ ടൈപ്പാണ്, നെയിം ക്യാരക്ടറാണ്, ബാച്ച് ക്യാരക്ടറാണ്, മാർക്സ് ഡെസിമൽ ടൈപ്പാണ്, റിസൾട്ട് ക്യാരക്ടർ ടൈപ്പാണ്. അപ്പോൾ ഓരോ ഡാറ്റയും അല്ലെങ്കിൽ അതിൻ്റെ ഫീൽഡുകളൊക്കെ ഏതൊക്കെ ടൈപ്പാണെന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്കീമ എന്ന് പറയുന്നത്, ഒരു റിലേഷൻ്റെ സ്കീമ. നെക്സ്റ്റ് ആണ് ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് an instance of a relation is a set of tuples in which each tuple has the same number of fields as the relational schema. ഇപ്പോൾ നമ്മളുടെ ഈ ഒരു ടേബിൾ 8.1 കുറച്ച് റോസ് അല്ലെങ്കിൽ ടപ്പിൾസ് ഉണ്ട് നമുക്കറിയാം അല്ലേ, 8 ടപ്പിൾസ് ഉണ്ട്, അതായത് 8 റോസ് ഉണ്ട്. ഈ 8 റോയിൽ സെയിം നമ്പറായിട്ടുള്ള ഫീൽഡ്സുകളുള്ളത്. ഇപ്പോൾ നമ്മളുടെ ഈ ഒരു ടേബിളിൽ ഈ ഒരു റോയിൽ എല്ലാ റോയ്ക്കും സെയിം നമ്പർ ഓഫ് കോളംസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന സെറ്റ് ഓഫ് ടപ്പിൾസ് സെയിം നമ്പർ ഫീൽഡുകളുള്ള ടപ്പിൾസിനെയാണ് നമ്മൾ ഇൻസ്റ്റൻസ് എന്ന് പറയാം. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ടെർമിനോളജീസ് എന്ന് പറയുന്നത്, ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ചെയ്യാം.